നമുക്കറിയാം ഏപ്രിൽ 9 കേരളത്തിൽ ഇലക്ഷൻ നടക്കാൻ പോവുകയാണ്. ഇത്തവണത്തെ പ്രചരണം നോക്കുകയാണെങ്കിൽ ഒരു പാർട്ടിക്കാരും വികസനത്തെക്കുറിച്ച് ഒന്നും കാര്യമായിട്ട് സംസാരിക്കുന്നത് കാണുന്നില്ല. എല്ലാവർക്കും വേണ്ടത് ഈ കൊള്ളയെക്കുറിച്ച് സംസാരിക്കാനാണ് ആഗ്രഹം. അതായത് ഇപ്പം LDFകാരെ സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ വയനാട് ഫണ്ട് കൊള്ള, UDFനെ സംബന്ധിച്ച് LDFിൻ്റെ ശബരിമല സ്വർണ്ണക്കൊള്ള, പിന്നെ BJPക്ക് പിന്നെ ഇതിലൊന്നും ഇടപെടേണ്ട ഒരു കാര്യമില്ല. കാരണം എന്താ, വയനാട്ടിലൊരു സഹായം ചെയ്തിട്ടില്ല. അതുകൊണ്ട് പിന്നെ അതിനെപ്പറ്റി ചോദ്യ ഉത്തരവൊന്നും വേണ്ടല്ലോ. അവരുടെ ഇലക്ഷൻ ഫണ്ട് തന്നെ തട്ടി സംതൃപ്തി അടഞ്ഞോളും. അപ്പോൾ 54 കോടിയോളം പിരിച്ചിട്ട് വെറും 5 കോടി മാത്രമേ ഫണ്ട് കയ്യിലുള്ളൂ എന്ന് പറഞ്ഞിട്ട് UDFിൻ്റെ ഒരു വാർത്താ സമ്മേളനം ഇന്ന് നടക്കുകയുണ്ടായി. അപ്പോൾ 54 കോടി പിരിച്ചിട്ട് 5 കോടി മാത്രമേ കയ്യിലുള്ളൂ എന്ന് പറയണമെങ്കിൽ അപ്പോൾ ആലോചിച്ച് നോക്ക്, പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് തന്നെ ഇത്രയും വലിയ കൊള്ള നടത്താൻ കെൽപ്പുള്ളവർ ഭരണത്തിലെത്തിയാലുള്ള അവസ്ഥ എന്തായിരിക്കും അല്ലേ? ഇപ്പം നമ്മൾ വെറുതെ എന്താ പറയുക, LDF ഇപ്പം ഇത്രയും ഭരിച്ചില്ലേ, ഇനി പോട്ടെ UDF വരട്ടെ എന്ന് വിചാരിച്ചെന്നാൽ ഇവന്മാർ ഇത്രയും വലിയ കൊള്ള, അതായത് വയനാട്ടിലെ ദുരന്തബാധിതരെ വെച്ചിട്ട് ഇത്രയും 54 കോടിയോളം പിരിച്ചിട്ട് ഇപ്പം 5 കോടി, അതും എത്ര ചോദ്യങ്ങൾ ചോദിച്ചിട്ടാണ് ഈ ഒരു 5 കോടിയുടെ കണക്ക് തന്നെ ഇപ്പോൾ പുറത്തു വന്നെന്ന് ആലോചിക്കണം. നിരന്തരം ഫണ്ട് എവിടെ എന്ന് ചോദിച്ച് ലാസ്റ്റ് ഇന്ന് പറയുന്നു 5 കോടി ആണ് ടോട്ടൽ കിട്ടിയിരിക്കുന്നതെന്ന്. അപ്പോൾ ആലോചിച്ച് നോക്കൂ, 54 കോടിയോളം കിട്ടിയിട്ട് 5 കോടിയേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ബാക്കി അത്രയും ഇവർ മുക്കി. അപ്പം വോട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആലോചിക്കണം, ഇത് ഇത്രയും ഫണ്ട് ഇവർ മുക്കി. ഇത് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ തന്നെ. അപ്പോൾ ഭരണപക്ഷത്തിരുന്നാലോ ഇവർ എന്തേലും ചെയ്യുമോ? എല്ലാം മുക്കല്ലാതെ. BJPയെ സംബന്ധിച്ചാണെങ്കിലും ഇത് തന്നെ അവസ്ഥ. കാരണം ഇത്രയും ദുരന്തം നടന്നിട്ടും ഒരു സഹായം ചെയ്യാത്ത ഇവർ ഇപ്പം പിണറായി സർക്കാർ ചെയ്ത സഹായങ്ങളെല്ലാം കേന്ദ്രം കൊടുത്തതാണെന്നുള്ള ലേബലിലാണ് പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ദുരന്ത സമയത്ത് ഇപ്പോൾ വീട് വെച്ച് കൊടുത്തതാണെങ്കിലും വയനാട് ടൗൺഷിപ്പിൻ്റെ എല്ലാം ക്രെഡിറ്റ് കേന്ദ്ര സർക്കാർ കൊടുത്ത ഫണ്ടാണെന്ന് പറഞ്ഞിട്ടാണ് BJP സ്ഥാനാർത്ഥികളെ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേസമയത്ത് ഇപ്പം LDFനെ സംബന്ധിച്ചാണെങ്കിലും LDFും അത്ര പുണ്യാളന്മാരാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അവരും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ സ്വർണ്ണക്കൊള്ളയിൽ, ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടവർ എല്ലാം CPMകാരാണ്. അവരെ തള്ളിപ്പറയാൻ പോലും CPM അവരെ തള്ളിപ്പറയുക പോലും ചെയ്തിട്ടില്ല. അപ്പം ഇപ്പം എന്താ പറയുക, നേരിട്ട് ഈ ഒരു ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് CPMകാരാണെങ്കിലും കോൺഗ്രസിനും BJPക്കും അതിൽ വ്യക്തമായ പങ്കുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം പോറ്റിയുടെയും സോണിയാഗാന്ധി, അടൂർ പ്രകാശ് ഇവരുടെയൊക്കെ ഫോട്ടോസ് പുറത്തു വന്നതാണ്. അപ്പം അവർക്കും അതിൽ ഒരു പങ്കുണ്ടെന്നുള്ള കാര്യം വ്യക്തമാണ്. അതുപോലെ തന്നെ BJP നേതാക്കളും അവരും പോറ്റി നമ്മളുടെ ഫോട്ടോയും പുറത്തു വന്നിട്ടുള്ളത്. അപ്പം ഇവർക്കെല്ലാം ഈ ഒരു കൊള്ളയിൽ പങ്കുണ്ട്. അതുകൊണ്ടാണ് എന്താ പറയുക, അധികം എന്താ പറയുക, ഈ LDFനെതിരെ ഈ ഒരു സ്വർണ്ണക്കൊള്ള ആരോപണം അധികം ഉന്നയിക്കാത്തത്. കാരണം സ്വന്തം നേർക്കാൻ അത് വരുമെന്ന് ഉറപ്പുള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇലക്ഷന് ആർക്ക് വോട്ട് കൊടുക്കണം എന്നുള്ള കൺഫ്യൂഷനാണ്. കാരണം 3 പാർട്ടിയും കണക്കാണ്. ഇപ്പോൾ ഏത് കള്ളന്മാർക്ക് വോട്ട് കൊടുക്കണം എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്.